ഉത്തരാഖണ്ഡിൽ ഒരു ഗ്രാമമുണ്ടായിരുന്നു. അവിടെ ബിർജു തന്റെ അമ്മയോടൊപ്പവും ഭാര്യ ലതയോടൊപ്പം ജീവിച്ചു വന്നു. ബിർജു ഒരു സത്യസന്ധനായ കഠിനാധ്വാനിയായിരുന്നു. അവൻ തന്റെ കുടുംബത്തെ വളരെ നന്നായി നോക്കിയിരുന്നു. ബിർജു തന്റെ കുടുംബത്തെ സംരക്ഷിക്കാൻ വേണ്ടി റെയിൽവേ സ്റ്റേഷനിൽ വരുന്ന ട്രെയിനുകളിൽ സമൂസ വിറ്റുകൊണ്ടിരുന്നു. ദിവസവും ബിർജുവിന്റെ ഭാര്യ ലത ബിർജുവിന് സമൂസയും ഉണ്ടാക്കി കൊടുക്കും. ഒരു ദിവസം അതിരാവിലെ ബിർജു സമൂസയും എടുത്ത് ട്രെയിനിലേക്ക് കയറി. സമൂസേ സമൂസ സമൂസേ, നല്ല ചൂട് സമൂസേ സമൂസേ, നല്ല ചൂടുള്ള സമൂസ, രുചിയുള്ള സമൂസ, സമൂസ സമൂസ. സാർ, സമൂസ എടുക്കട്ടെ? നല്ല ചൂടുണ്ട്. വേണ്ട, ഞാൻ സമൂസ കഴിക്കാറില്ല. ഞാനിപ്പോൾ ഡയറ്റിലാണ്. ഡയറ്റോ എന്ന് വെച്ചാൽ എന്താ? അത് ഏത് സ്റ്റേഷനാണ്? എടോ അല്ല, അത് സ്റ്റേഷന്റെ ഒന്നും പേരല്ല. ഒരാൾ അയാളുടെ വെയിറ്റ് കുറയ്ക്കണമെന്ന് കരുതിയാൽ അപ്പോൾ അയാൾ ഡയറ്റ് എടുക്കണം. ഡയറ്റ് എടുക്കുമ്പോൾ അയാൾ കുറച്ചേ കഴിക്കൂ. അപ്പോൾ ഞങ്ങളെപ്പോലുള്ള പാവപ്പെട്ടവർ ദിവസവും ഡയറ്റിലാണല്ലോ. കസ്റ്റമേഴ്സിനെല്ലാം സമൂസ വിറ്റതിന് ശേഷം ഇപ്പോൾ ബിർജുവിന്റെ കയ്യിൽ കുറച്ച് സമൂസയെ ബാക്കി വന്നുള്ളൂ. സമയം വൈകുന്നേരവുമായി. ബിർജു ഒരാളോട് ഇങ്ങനെ പറഞ്ഞു നിന്നു. സാർ, ഒരു സമൂസ വാങ്ങിക്കൂടെ? കുറച്ചേ ബാക്കിയുള്ളൂ. അയ്യോ വേണ്ടടോ, എന്റെ കയ്യിൽ കഴിക്കാൻ സാൻഡ്വിച്ച് ഉണ്ട്. ഞാൻ അത് തന്നെ കഴിച്ചോളാം. സാൻഡ്വിച്ചോ എന്ന് വെച്ചാൽ എന്താ? വെളിയിലത്തെ ഭക്ഷണം ഇഷ്ടമല്ലാത്തവർക്ക് അവരൊക്കെ ഇതാ കഴിക്കുന്നത്. ഇതാ, താനും കഴിച്ചു നോക്ക്. ആ പാസഞ്ചർ ബിർജുവിന് ഒരു സാൻഡ്വിച്ച് കൊടുത്തു. അത് കഴിച്ചു കഴിഞ്ഞ് ബിർജു ഇങ്ങനെ പറഞ്ഞു. ആഹാ, ഇത് കൊള്ളാമല്ലോ. ഇനി ഞാൻ സാൻഡ്വിച്ച് കച്ചവടവും തുടങ്ങാം. സമൂസയോടൊപ്പം സാൻഡ്വിച്ചും, രണ്ടും ഞാൻ കച്ചവടം ചെയ്യാം. ഇങ്ങനെ പറഞ്ഞ് ബിർജു വീട്ടിലേക്ക് പോയി. അവിടെ തന്റെ അമ്മയോടും ഭാര്യയോടും നടന്ന എല്ലാ കാര്യങ്ങളും പറഞ്ഞു. നമ്മളിനി സമൂസയോടൊപ്പം സാൻഡ്വിച്ചും വിൽക്കാം. അതിലൂടെ ജനങ്ങളുടെ ആരോഗ്യവും നന്നാകും, നമുക്കും നല്ല ലാഭം കിട്ടും. ശരീരത്തിന് നല്ലതാണ്. എന്നാൽ ആ സാൻഡ്വിച്ച് എങ്ങനെ ഉണ്ടാക്കും? പിന്നെ അതിലൂടെ നമുക്ക് നഷ്ടമെന്തെങ്കിലും വന്നാൽ? ലത പറഞ്ഞത് ശരിയാണ്. ബിർജു മോനെ, നീയൊരു കാര്യം ചെയ്യ്. കുറച്ചു നാൾ വരെ സമൂസയ്ക്ക് പകരം സാൻഡ്വിച്ച് മാത്രം വിറ്റുനോക്ക്. നമ്മുടെ കച്ചവടം ചിലപ്പോൾ നന്നായി കൂടും. ഞാൻ നാളെ മുതൽ നിങ്ങൾക്ക് സാൻഡ്വിച്ച് ഉണ്ടാക്കി തരാം. വീട്ടിലുള്ളവർ പറഞ്ഞതുപോലെ ബിർജുവും ചെയ്തു. അപ്പോൾ സമൂസയ്ക്ക് പകരം അയാൾ സാൻഡ്വിച്ച് എടുത്തുകൊണ്ടുപോയി ട്രെയിനിൽ വിൽക്കാൻ തുടങ്ങി. എന്നാൽ അന്ന് അയാൾ കുറച്ചേ സമ്പാദിച്ചുള്ളൂ. പിന്നെ വീട്ടിലേക്ക് പോയതും പകുതിയേക്കാൾ കുറച്ച് സാൻഡ്വിച്ച് വിറ്റുപോയത് കണ്ട് അയാളുടെ അമ്മ ഇങ്ങനെ ചോദിച്ചു. വിഷമിക്കണ്ട ബിർജു, ഇത് നിന്റെ ആദ്യത്തെ ദിവസമല്ലേ. നാളെ വീണ്ടും പോ. നിനക്ക് നാളെ നല്ല കച്ചവടം നടക്കും. നാളത്തേക്കിന് വേണ്ടതെല്ലാം ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്. നമ്മൾ എങ്ങനെ പലതരത്തിലുള്ള സമൂസകൾ വിറ്റോ, അതേപോലെ നാളെ മുതൽ പലതരത്തിലുള്ള സാൻഡ്വിച്ച് വിൽക്കാം. പുതിയ രീതിയിലോ? അത് എങ്ങനെ? നീ എന്താ പറയുന്നത്? നാളെ മല പോലുള്ള സാൻഡ്വിച്ച് ചെയ്യാം. മല പോലുള്ള സാൻഡ്വിച്ച് എത്ര വലുതായിരിക്കുമെന്നാൽ അതൊരു കുടുംബത്തിന് മുഴുവനും കഴിക്കാം. അതാണ് ഈ സാൻഡ്വിച്ചിന്റെ സ്പെഷ്യാലിറ്റി. എന്നാൽ മരുമകളെ, അതിന്റെ ചിലവ് എങ്ങനെ നമ്മൾ വഹിക്കും? മല പോലുള്ള സാൻഡ്വിച്ചിന് വേണ്ടി നമുക്ക് വീണ്ടും കുറേ ചിലവാകില്ലേ? പിന്നെ കച്ചവടം നടന്നില്ലെങ്കിൽ നമ്മുടെ പണമെല്ലാം പാഴായി പോകും. നമ്മളിത് ചെയ്തേ പറ്റൂ അമ്മേ, അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ ബുദ്ധിമുട്ടേണ്ടി വരും. എല്ലാവരും സമ്മതിച്ചപ്പോൾ ലത മല പോലെയുള്ള സാൻഡ്വിച്ച് ചെയ്തു. അടുത്ത ദിവസം ബിർജു മല പോലെയുള്ള സാൻഡ്വിച്ചുള്ള ഒരു കുട്ടയും എടുത്ത് അത് ട്രെയിനിൽ വിറ്റഴിക്കാൻ സ്റ്റേഷനിലേക്ക് പോയി. സാൻഡ്വിച്ച്, മല പോലെയുള്ള സാൻഡ്വിച്ച് കഴിച്ചാൽ നിങ്ങൾ സന്തോഷവാന്മാരാകും. കഴിക്കാത്തവർ ഒരുപാട് സങ്കടവും പെടും. സാൻഡ്വിച്ച്, മല പോലെയുള്ള സാൻഡ്വിച്ച്. ബിർജുവിന്റെ എല്ലാ മല പോലെയുള്ള സാൻഡ്വിച്ചും കുറച്ച് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ വിറ്റുപോയി. അയാൾ വീട്ടിലേക്ക് വന്ന് ഇതിനെക്കുറിച്ച് സന്തോഷത്തോടെ പറഞ്ഞു. ഇതിനെല്ലാം കാരണക്കാരി ലതയാണെന്ന് ബിർജുവിന്റെ അമ്മ ലതയെ പുകഴ്ത്തി. മോളെ, നിന്റെ പദ്ധതി വളരെ നല്ലതായിരുന്നു. സൂപ്പറായിരുന്നു. നന്ദിയുണ്ടമ്മേ. ഇത് എന്റെ കടമയല്ലമ്മേ. കാലം കടന്നുപോയിക്കൊണ്ടേയിരുന്നു. ബിർജുവിന്റെ മല പോലെയുള്ള സാൻഡ്വിച്ച് ഒരുപാട് ഫേമസ് ആയി. ഒരുപാട് തവണയും ആ സാൻഡ്വിച്ച് ബിർജു ട്രെയിനിൽ കയറുന്നതിന് മുൻപ് തന്നെ സ്റ്റേഷനിൽ വെച്ച് തന്നെ വിറ്റുപോയിരുന്നു. എന്നാൽ പെട്ടെന്ന് ഒരു ദിവസം ബിർജുവിന് ആക്സിഡന്റ് ആയി. ഡോക്ടർ ബിർജുവിനോട് 6 മാസം വരെ ബെഡ് റെസ്റ്റ് എടുക്കാനും പറഞ്ഞു. ഇത് കേട്ടപ്പോൾ എല്ലാവർക്കും വിഷമമായി. അമ്മയും ലതയും രണ്ടുപേരും അസ്വസ്ഥരായി. 6 മാസം വരെ ബെഡ് റെസ്റ്റ് എന്ന് കേട്ടതും ബിർജുവിനും ലതയ്ക്കും തലയിൽ ഇടുത്തി വീണതുപോലെയും ആയി. നിങ്ങൾ 6 മാസം വരെ റെസ്റ്റ് എടുക്കണം.
നിങ്ങൾ നിങ്ങളുടെ നടുവിന് നല്ല രീതിയിൽ പ്രഷർ കൊടുത്താൽ റിസ്ക് വീണ്ടും കൂടും. നിങ്ങൾ ഒരുപാട് സൂക്ഷിക്കേണ്ട സമയമാ. പിന്നെ ഈ മെഡിസിനും കഴിക്കണം. അപ്പോഴാണ് ലതയും അമ്മയും ബിർജുവിനോട് ഇങ്ങനെ പറഞ്ഞത്. നമ്മുടെ കുടുംബത്തിന് ഇപ്പോൾ എത്ര വലിയ പ്രശ്നമാ ഉണ്ടായത്. ബിർജുമോനെ, നിനക്കിനി ട്രെയിനിൽ കച്ചവടം ചെയ്യാൻ പറ്റില്ല. ഇതൊരു സാഹചര്യമാക്കി നമ്മുടെ അയൽവാസിയായ കിരോടിമൽ മല പോലുള്ള സാൻഡ്വിച്ച് വിൽക്കുക. നമ്മുടെ കയ്യിൽ കുറച്ച് പണമേ ഉള്ളൂ. ഹോസ്പിറ്റൽ ട്രീറ്റ്മെന്റിന് തന്നെ ഒരുപാട് കാശ് ചിലവായി. അങ്ങനെ ബിർജുവിനെ കാണാൻ വേണ്ടി സ്റ്റേഷൻ മാസ്റ്റർ തന്നെ ഹോസ്പിറ്റലിലേക്കും വന്നു. അയാളെ കണ്ടതും ബിർജു ഇങ്ങനെയുള്ള അവസ്ഥയിലും എഴുന്നേൽക്കാൻ ശ്രമിച്ചു. അയ്യോ, കുഴപ്പമില്ല, വെപ്രാളപ്പെടണ്ട. എന്തുപറ്റി ബിർജു? തനിക്ക് ആക്സിഡന്റ് ആയെന്ന് പറയുന്നു. തന്നെ നേരത്തെ കാണേണ്ടതായിരുന്നു. എന്ത് ചെയ്യാനാ സാർ, ദൈവം എന്നെ രക്ഷിച്ചു. ഇല്ലെങ്കിൽ എനിക്കിപ്പോൾ ജീവൻ കാണില്ലായിരുന്നു. എടോ, നല്ലതായി ചിന്തിക്ക്, നല്ലതേ സംഭവിക്കൂ. ഞാൻ തന്റെ ആ മല പോലുള്ള സാൻഡ്വിച്ച് ഒരുപാട് മിസ് ചെയ്യുന്നു. എന്റെ 3 പെൺമക്കളും താൻ വിൽക്കുന്ന സാൻഡ്വിച്ച് ഒരുപാട് ഇഷ്ടപ്പെട്ടു കഴിക്കുമായിരുന്നു. ഞാനും കേട്ടോ. ബിർജു അദ്ദേഹം പറഞ്ഞത് കേട്ടുകൊണ്ടേയിരുന്നു. അപ്പോഴാണ് അവിടേക്ക് മരുന്നുമെടുത്ത് ലതയും അമ്മയും വന്നത്. ലതയുടെയും അമ്മയുടെയും വിഷമിച്ച മുഖം കണ്ടതും അവർക്ക് പണത്തിന് പ്രശ്നമുണ്ടെന്ന് സ്റ്റേഷൻ മാസ്റ്ററിന് മനസ്സിലായി. വാ ലതേ, വാ. അമ്മേ, ലതേ, ഇത് ആരാണെന്നറിയാമോ? ഞാൻ പരിചയപ്പെടുത്തിയിട്ടില്ലല്ലേ? ഇദ്ദേഹമാണ് ഞങ്ങളുടെ സ്റ്റേഷൻ മാസ്റ്റർ. ഞങ്ങൾ കച്ചവടം തുടങ്ങുമ്പോൾ ഇദ്ദേഹം ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. നിങ്ങൾ എന്റെ മകനെ കാണാൻ വന്നതാണോ? വന്നതാണെങ്കിൽ ഒരുപാട് നന്ദി. ഇതിൽ താങ്ക്സ് ഒക്കെ പറയാൻ എന്താ ഉള്ളത്? ഞാൻ ബിർജുവിന് വേണ്ടി ഒരു നല്ല വാർത്ത കൊണ്ടുവന്നിട്ടുണ്ട്. നല്ല വാർത്തയോ? ആ നല്ല വാർത്ത എന്തെന്നാൽ ഞങ്ങളുടെ റെയിൽവേ സ്റ്റേഷനിൽ ഒരു ബുക്ക് സ്റ്റോൾ ഒരുപാട് ദിവസങ്ങളായി അടച്ചിട്ടിരിക്കുകയാണ്. അവിടെ ബുക്ക് സ്റ്റോൾ ഇട്ടിരുന്നില്ലേ, അയാൾ വേറെ വലിയ സ്റ്റേഷനിലേക്ക് മാറി. തനിക്കും തന്റെ ഫാമിലിക്കും ഓക്കെ ആണെങ്കിൽ ആ ഷോപ്പ് നിങ്ങൾ വേണമെങ്കിൽ വാടകയ്ക്കെടുത്തോളൂ. അവിടെ തന്നെ നിങ്ങൾ ആ മല പോലുള്ള സാൻഡ്വിച്ച് കച്ചവടവും ചെയ്യൂ. അഴുക്കായ സാൻഡ്വിച്ച് കഴിച്ച് ജനങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട്. സ്റ്റേഷൻ മാസ്റ്റർ പറയുന്നത് കേട്ടതും അവരുടെ എല്ലാവരുടെയും സന്തോഷത്തിന് അളവില്ലാതെയായി. ബിർജുവും ലതയും ഒരുപാട് സന്തോഷത്തോടെ ഇങ്ങനെ പറഞ്ഞു. താങ്കൾ ചെയ്യുന്ന ഈ സഹായത്തിന് താങ്കൾക്ക് ഒരുപാട് നന്ദി. ഞാൻ ഹോസ്പിറ്റലിൽ ഉള്ളതുവരെ അമ്മയും ലതയും കച്ചവടം ചെയ്യും. എനിക്കെപ്പോൾ ഭേദമാകുന്നോ അപ്പോൾ ഞാൻ തന്നെ കടയിലേക്ക് വന്ന് കച്ചവടം നല്ല രീതിയിൽ നോക്കാം. കട തുറക്കുന്നതിലൂടെ ഒരുപാട് കസ്റ്റമേഴ്സിനെ കിട്ടും. അപ്പോൾ ഞങ്ങളുടെ വരുമാനവും കൂടും. നല്ല കാര്യത്തിന് എന്തിനാ താമസിക്കുന്നത്? ഞങ്ങൾ വേഗം കട തുറക്കാം. സ്റ്റേഷൻ മാസ്റ്റർ പറഞ്ഞതുപോലെ ബിർജു റെയിൽവേ സ്റ്റേഷന്റെ അടുത്തുള്ള ഒരു കട വാടകയ്ക്ക് എടുത്തു. ലതയും അമ്മയും അവിടെ മല പോലുള്ള സാൻഡ്വിച്ചിന്റെ കച്ചവടവും തുടങ്ങി. ഇപ്പോൾ കിരോടിമല്ലിന്റെ മല പോലുള്ള സാൻഡ്വിച്ച് ആരും വാങ്ങില്ല. കച്ചവടവും നല്ല രീതിയിൽ പോകുന്നതുകൊണ്ട് അവർ കുറച്ച് നാളുകൾക്കുള്ളിൽ തന്നെ വാടകയും കൊടുത്തു. പിന്നെ അമ്മ സ്റ്റേഷൻ മാസ്റ്ററോട് നന്ദിയും പറഞ്ഞു. ബിർജുവിന്റെ ആരോഗ്യനിലയും ഇപ്പോൾ ശരിയായി. അസുഖം ഭേദമായതും ബിർജു സ്റ്റേഷനിലുള്ള കടയിലിരുന്ന് സന്തോഷത്തോടെ മല പോലുള്ള സാൻഡ്വിച്ച് വിറ്റു. അങ്ങനെ അവർ എല്ലാവരും സന്തോഷത്തോടെ ജീവിച്ചു. ഇതാണ് കബീർ സിംഗ്. കബീർ സിംഗ് ഒരു ഇന്ത്യക്കാരനാണ്. അവൻ ഉപരിപഠനത്തിനു വേണ്ടി യുഎസിലേക്ക് എത്തിയതാണ്. ഈയിടെയായിട്ട് കബീർ സിംഗ് കുറച്ച് വിഷമത്തിലാ. കാരണം കയ്യിൽ പണം കുറവായിരുന്നു. ഏയ് കബീറെ, നിനക്ക് ഞാനൊരു പുതിയ ജോലി കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇവിടെ അടുത്തൊരു ബർഗർ കടയിലാണെന്നേ. നീ ഇന്ന് തന്നെ പൊക്കോ, ഇല്ലെങ്കിൽ വേറെ ആരെങ്കിലും ആ ജോലി തട്ടിയെടുക്കും. ഇല്ലില്ല, നീ പേടിക്കണ്ട, ഇന്ന് തന്നെ ഞാൻ പൊക്കോളാം. കബീർ ബർഗർ ഷോപ്പിൽ ഇന്റർവ്യൂവിന് പോയി. അവിടെ അവന് ആ ജോലി ലഭിച്ചു. അന്ന് മുതൽ തന്നെ അവൻ അവിടെ ജോലി ചെയ്യാനും തുടങ്ങി. സത്യത്തിൽ അവന് ബർഗർ ഉണ്ടാക്കാൻ അറിയില്ലായിരുന്നു. പക്ഷെ അത് അത്ര ബുദ്ധിമുട്ടുള്ളതായിരുന്നില്ല. അവൻ ബർഗർ ഉണ്ടാക്കുന്നത് പെട്ടെന്ന് പഠിച്ചു. യുവർ ഓർഡർ മാം. താങ്ക് യു. കബീർ സിംഗ് സന്തുഷ്ടനായിരുന്നു. കാരണം അവന് നല്ല വരുമാനം ലഭിക്കുന്നുണ്ടായിരുന്നു, കൂടാതെ ഭക്ഷണവും. കുറച്ചു നാളുകൾ കബീർ സിംഗിന് വളരെ നല്ലതായി കടന്നുപോയി. പക്ഷെ പെട്ടെന്ന് അത് അവന് മുഷിച്ചിലുണ്ടാക്കി. അവന് മസാലയില്ലാത്ത ഭക്ഷണം കഴിക്കുന്നത് ഒട്ടും ഇഷ്ടമേ അല്ലായിരുന്നു. എടോ, നിങ്ങൾ ഈ മസാല ഇല്ലാത്ത ഭക്ഷണം എങ്ങനെയാ കഴിക്കുന്നേ? വൈ ഡോണ്ട് യു ലൈക്ക് ദിസ്? എനിക്കിത് കഴിച്ച് ബോറടിക്കാൻ തുടങ്ങി ശരിക്കും പറഞ്ഞ. അടുത്ത ദിവസം കബീർ ബർഗർ ഷോപ്പിലേക്ക് വരുന്ന വഴിക്ക് അവന്റെ നോട്ടം കടയിലിരിക്കുന്ന മാഗി പാക്കറ്റിലുടക്കി. ഇന്ന് ബർഗറിന് പകരം മാഗി കഴിക്കാം. ഒന്നുമില്ലെങ്കിലും ടേസ്റ്റി ആയിരിക്കുമല്ലോ.
കബീർ ആ കടയിൽ നിന്നും ഒരു പാക്കറ്റ് മാഗി വാങ്ങി. അവൻ എല്ലാ ദിവസത്തെയും പോലെ ബർഗർ ഷോപ്പിൽ ജോലി തുടങ്ങി. രാത്രിയിൽ ബർഗർ ഷോപ്പ് അടച്ചപ്പോൾ എല്ലാ ജോലിക്കാരും അവരവർക്കുള്ള ബർഗറുകൾ ഉണ്ടാക്കുവാൻ തുടങ്ങി. എന്നാൽ കബീർ തനിക്ക് വേണ്ടി മാഗിയാണ് ഉണ്ടാക്കിയത്. എന്നിട്ട് അവൻ അത് ആസ്വദിച്ച് കഴിച്ചു. അന്നു മുതൽ കബീർ ചില ദിവസം ബർഗറും ചിലപ്പോഴൊക്കെ മാഗിയും കഴിക്കാൻ തുടങ്ങി. അവൻ ഹാപ്പി ആയിരുന്നു. ഒരു ദിവസം ബർഗർ ഷോപ്പിൽ അധികം ആളുകളൊന്നും ഉണ്ടായിരുന്നില്ല. കബീറിന് ഒരു ജോലിയും ഇല്ലായിരുന്നു. എന്തെങ്കിലും പുതിയതായിട്ടുണ്ടാക്കുന്നത് അവൻ ആലോചിച്ചു. അവൻ ബാഗിൽ നിന്നും മാഗി നൂഡിൽസ് എടുത്ത് പുറത്തേക്ക് വെച്ചു. ടുഡേ അഗൈൻ മാഗി? വാട്ട് ഈസ് ഹാപ്പൻ ടു യു കബീർ? അല്ല, ഇന്ന് പുതിയൊരു കാര്യം ചെയ്യാൻ പോവാ. കബീർ ബർഗറിൽ നിന്നും ബൺ എടുത്തു. എന്നിട്ട് മാഗി ഉണ്ടാക്കി. പിന്നീട് മാഗി എടുത്ത് പാറ്റീസ് ഉണ്ടാക്കുന്ന മെഷീനിലേക്ക് ഇട്ടുകൊടുത്തു. അങ്ങനെ മാഗി കൊണ്ടൊരു പാറ്റീസ് ഉണ്ടാക്കി. ആഹാ, ഇത് കൊള്ളാലോ. ഇത് നല്ല വട്ടത്തിലായല്ലോ. എന്തായാലും കൊള്ളാം, നന്നായിട്ടുണ്ട്. കബീറിന് സന്തോഷമായി. അവൻ മാഗിയുടെ ഒരു പാറ്റി കൂടി ഉണ്ടാക്കി. വൗ, ദിസ് ഡിഷ് ലുക്സ് ഡിലീഷ്യസ്. ഈവൻ ഐ വാണ്ട് വൺ. കബീറും ആ വിദേശിയും ചേർന്ന് മാഗിയുടെ ബർഗർ ഉണ്ടാക്കി. എന്നിട്ടത് കഴിക്കാനും തുടങ്ങി. രണ്ടുപേർക്കും ആ ബർഗർ വളരെ നന്നായി ഇഷ്ടപ്പെട്ടു. കബീർ, ദിസ് ഡിഷ് വാസ് awesome. I want one more. കബീർ വീണ്ടും വീണ്ടും ഓരോ ബർഗർ വീതം ഉണ്ടാക്കി. രണ്ടുപേരും രുചിയോടെ അത് വീണ്ടും കഴിച്ചു. അന്നവൻ ഭയങ്കര സന്തോഷത്തിലായിരുന്നു. കാരണം അവൻ പുതുതായി ഒരു കാര്യം ചെയ്തു. കുറച്ചു നാളുകൾ കഴിഞ്ഞു. ഒരു ദിവസം ബർഗർ ഷോപ്പിന്റെ മുതലാളി കബീറിന്റെ അരികിലെത്തി. അയാൾ മാഗി ബർഗറിനെ പറ്റി നല്ലത് കേട്ടറിഞ്ഞിരുന്നു. അദ്ദേഹത്തിനും ആ ബർഗർ കഴിക്കാൻ ആഗ്രഹമുണ്ടായിരുന്നു. കബീർ അദ്ദേഹത്തിന് വേണ്ടിയും മാഗി ബർഗർ ഉണ്ടാക്കി. This is good. Add this to the menu. I'll give you 10% commission. Well done, boy. ഇത് കേട്ട് കബീറിന് വലിയ സന്തോഷമായി. അവന്റെ മാഗി ബർഗർ അവിടുത്തെ മെനുവിലേക്ക് ചേർക്കപ്പെട്ടിരിക്കുന്നു. അതുമാത്രമല്ല, അതിന്റെ പേരിൽ 10% കമ്മീഷനും കിട്ടാൻ പോകുന്നു. ഇനി എന്റെ പഠനം എളുപ്പമായി നടക്കുമായിരിക്കും. പിന്നെ കാശിന്റെ കാര്യം ആലോചിച്ച് വിഷമിക്കാൻ വേണ്ടി വരില്ലല്ലോ. കുറച്ച് മാസങ്ങൾ കൂടി അവൻ ആ ബർഗർ ഷോപ്പിൽ ജോലി ചെയ്തു. അവന് സാലറിയോടൊപ്പം കമ്മീഷനും കൂടെ കിട്ടാൻ തുടങ്ങി. അതിനുശേഷം കബീറിന്റെ ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ചെയ്തു. അവന്റെ പഠനം അവസാനിച്ചു. കബീർ നാട്ടിലേക്ക് തിരിച്ചെത്തി. അവിടെ അവന് വലിയൊരു ഹോട്ടലിൽ മാനേജറായിട്ട് ജോലിയും കിട്ടി. കുറച്ച് വർഷങ്ങൾ കൂടി സന്തോഷത്തോടെ കടന്നുപോയി. പക്ഷേ അവന് സ്വന്തമായി ബിസിനസ് ചെയ്യണമെന്നുണ്ടായിരുന്നു. ഒരു ദിവസം കബീർ എന്തോ ആലോചിച്ചുകൊണ്ടിരുന്ന സമയത്ത്, എന്താ മോനെ, നീ എന്താലോചിച്ചാ വിഷമിക്കുന്നേ? ഒന്നുമില്ല അച്ഛാ, എന്റെ ജോലി നല്ലത് തന്നെയാ. പക്ഷെ എനിക്കൊരു സന്തോഷമില്ല. ഞാൻ സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്താലോ? അതിന് നീ ഇങ്ങനെ വിഷമിച്ചിരുന്നാൽ എങ്ങനെയാ? സ്വന്തമായിട്ടൊരു ഹോട്ടൽ തുടങ്ങ്. അത് ശരി തന്നെ, പക്ഷേ എന്താ ചെയ്യേണ്ടതെന്നറിയില്ല. ഇത്രയും നല്ല ജോലിയാണ്, പിന്നെ ശമ്പളവും നല്ലത് തന്നെ. നോക്കു മോനെ, നമ്മുടെ മനസ്സിഷ്ടപ്പെടുന്ന ജോലിയാ ഓരോ മനുഷ്യനും ചെയ്യേണ്ടത്. അത് ശരിയാണച്ചാ. എന്റെ മനസ്സിനിഷ്ടം മാഗി ബർഗർ ഉണ്ടാക്കുന്നതിലായിരുന്നു. എന്നാ പിന്നെ മോനെ, എന്താലോചിക്കാൻ, മാഗി ബർഗർ ഉണ്ടാക്കാൻ തുടങ്ങിക്കോളൂന്നേ. അതൊക്കെ ശരി തന്നെ, പക്ഷെ വരുമാനമില്ലെങ്കിലോ? മോനെ, ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാ എന്റെ പ്രായമെത്തി കഴിയുമ്പോ നേരത്തെ എന്തുകൊണ്ട് തുടങ്ങില്ല എന്ന് ആലോചിച്ച് നീ വിഷമിക്കും. നിന്റെ കയ്യിൽ ഇപ്പോഴും സമയമുണ്ട്. ജോലിയൊക്കെ വീണ്ടും വേണമെങ്കിൽ കിട്ടുമല്ലോ. ശരി അച്ഛാ. കബീറിന്റെ അച്ഛൻ അവന് നല്ല പ്രോത്സാഹനം കൊടുത്തു. എന്നിട്ടും അവന് സംശയമായിരുന്നു. അവനിപ്പോ നല്ലൊരു വലിയ ഹോട്ടലിന്റെ മാനേജറാണ്. അതുപോലെ നല്ല ശമ്പളവും ഉണ്ട്. അതൊക്കെ കളഞ്ഞിട്ട് എല്ലാം ഒന്നിൽ നിന്ന് തുടങ്ങിയിട്ട് വരും. എങ്കിലും അവൻ ടൗണിലെ തിരക്കേറിയ ഒരു ജംഗ്ഷനിൽ ഒരു കട റെന്റിനെടുത്തു. അവിടെ തന്റെ മാഗി ബർഗറിന്റെ ബിസിനസ് ചെയ്യാൻ തുടങ്ങി. ഇതെന്ത് ബർഗറാണ്? ഇത് ആക്ച്വലി മാഗിയുടെ ബർഗറാ. ശരിക്കും നല്ല ടേസ്റ്റാ. ഒന്ന് കഴിച്ചു നോക്കുന്നോ? ശരി ചേട്ടാ, നോക്കട്ടെ. ആദ്യത്തെ കുറച്ച് ദിവസങ്ങൾ പ്രത്യേകിച്ചൊരു ലാഭവുമില്ലാതെ കടന്നുപോയി. പതിയെ പതിയെ അവന്റെ കച്ചവടം പൊടി പൊടിച്ചു. കോളേജിൽ നിന്നും കുട്ടികൾ മാഗി ബർഗർ കഴിക്കുവാനായി ദൂരെ നിന്ന് പോലും വരാൻ തുടങ്ങി. കബീർ സ്റ്റാഫിനെ കൂടുതലായി വെച്ചു. മാഗി ബർഗറിൽ വെറൈറ്റികളും കൊണ്ടുവന്നു.
ചീസ് മാഗി ബർഗർ, ഷെസ്വാൻ മാഗി ബർഗർ, അങ്ങനെ അതോടെ കബീറിന്റെ ബർഗർ ഷോപ്പ് യങ്സ്റ്റേഴ്സിന്റെ പ്രിയപ്പെട്ട ഫുഡ് കോർട്ടായി മാറി. 6 മാസത്തിനുള്ളിൽ കബീർ മറ്റൊരു ബ്രാഞ്ച് തുടങ്ങി. 1 വർഷത്തിനുള്ളിൽ 3 പുതിയ ബ്രാഞ്ചുകളും. കബീറിന്റെ മാഗി ബർഗറിന് അതിശയകരമായ കച്ചവടമായിരുന്നു. അവന്റെ വീട്ടുകാരെ എല്ലാവരെയും ഈ കച്ചവടത്തിൽ അവൻ പങ്കാളികളാക്കി. അവന്റെ സഹോദരങ്ങളും കസിൻസുമെല്ലാം ഒരേ കമ്പനിയിൽ തന്നെ ജോലി ചെയ്തു, അതും ബർഗർ സിംഗിൽ. 6 വർഷത്തിനുള്ളിൽ കബീറിന്റെ ബർഗർ സിംഗ് ഒരു വലിയ ഫുഡ് ചെയിനായി മാറി. ഇന്ത്യയിലെ 30 നഗരങ്ങളിൽ അവർ ബ്രാഞ്ചുകൾ തുറന്നു. ഒരു ദിവസം കബീറും അവന്റെ അച്ഛനും അവരുടെ ഏറ്റവും പുതിയ ഓഫീസ് ബിൽഡിംഗിൽ ഇരിക്കുകയായിരുന്നു. മോനെ, ഓർമ്മയുണ്ടോ ആ രാത്രി നീ ആകെ വിഷമിച്ചു നിന്ന സമയം? ആ അച്ഛാ, അതെങ്ങനെ മറക്കാനാ? അന്ന് അച്ഛൻ എന്നെ സപ്പോർട്ട് ചെയ്തില്ലായിരുന്നുവെങ്കിൽ ഇന്ന് ഈ ബർഗർ സിംഗ് ഉണ്ടാവില്ലായിരുന്നു. തമിഴ്നാട്ടിലുള്ള ഒരു ഗ്രാമത്തിൽ സന്ധ്യയും അവളുടെ ഭർത്താവും അവർ ഇഡ്ഡലി കച്ചവടം ചെയ്തിരുന്നു. സന്ധ്യയുടെ ഭർത്താവ് മനോജ് ഇഡ്ഡലി വിൽക്കുന്നതിൽ അവളെ സഹായിച്ചിരുന്നു. കഴിവും അധ്വാനവുമുള്ള സന്ധ്യ ഒരു ദയാലുവും കൂടിയാണ്. ഒരുപാട് തവണ ജനങ്ങൾക്ക് അവൾ ഫ്രീ ആയും ഇഡ്ഡലി കൊടുക്കുമായിരുന്നു. സന്ധ്യയുടെ അച്ഛൻ ആയുർവേദം അറിയാവുന്ന വലിയൊരു വൈദ്യനാണ്. അതുകൊണ്ട് തന്നെ സന്ധ്യയ്ക്ക് മരുന്നുചെടികൾ, പച്ചമരുന്നുകൾ, പിന്നെ ആയുർവേദത്തിലുള്ള മുഴുവൻ ജ്ഞാനവും ഉണ്ടായിരുന്നു. സന്ധ്യ ചേച്ചി, ഒരു പ്ലേറ്റ് ഇഡ്ഡലിയും സാമ്പാറും തരൂ. ചമ്മന്തി കുറച്ച് എരിവോടെ തരൂ. എരിവുള്ള ചമ്മന്തിയോ? എനിക്കിപ്പോൾ ജലദോഷമുണ്ട്, അതുകൊണ്ടാ. സന്ധ്യ ഉടനെ തന്റെ പറമ്പിലേക്ക് പോയി ഒരു പച്ചമരുന്ന് എടുത്തുകൊണ്ടുവന്ന് അത് നല്ല എരിവുള്ള ചമ്മന്തിയിലിട്ട് അത് ആ പെൺകുട്ടിക്ക് കൊടുത്തു. ആ സ്ത്രീയും ഇഡ്ഡലി എരിവുള്ള ചമ്മന്തിയിൽ തൊട്ട് കഴിച്ചതും അവരുടെ ജലദോഷം അപ്പോൾ തന്നെ ഭേദമായി. ആ കൊള്ളാവല്ലോ, നിങ്ങളുടെ ഇഡ്ഡലിയിൽ എന്തോ മായാജാലമുണ്ട്. ഇതിൽ നിങ്ങൾ എന്താ ഇട്ടത്? എന്റെ ജലദോഷം മുഴുവനും പോയി. ഇതിൽ ഞാനൊരു പച്ചമരുന്ന് മാത്രമേ ഇട്ടുള്ളൂ, വേറെ ഒന്നുമില്ല. നീ ഇങ്ങനെ എല്ലാവർക്കും സൗജന്യമായി ചികിത്സ ചെയ്താൽ ക്ലിനിക്ക് തുറന്നു വെച്ചിരിക്കുന്നവരൊക്കെ ക്ലിനിക്ക് അടച്ചുപൂട്ടി പോകേണ്ടി വരും. പാവം, ജലദോഷമായിട്ട് ബുദ്ധിമുട്ടുമായിരുന്നു. ഞാൻ പറ്റുന്നത് പോലെ സഹായിച്ചു. ഞാൻ എന്റെ അച്ഛന്റെ കയ്യിൽ നിന്നും പഠിച്ച പച്ചമരുന്നിന്റെയും ആയുർവേദ ജ്ഞാനവുമെല്ലാം വെറുതെ പാഴാക്കി കളയണ്ടല്ലോ. പറയൂ, ആരെങ്കിലുമൊക്കെ സഹായിക്കണ്ടേ? രണ്ടുപേരും ഇങ്ങനെ സംസാരിച്ച് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവരുടെ മകൻ ഇങ്ങനെ പറഞ്ഞു: അമ്മേ, എനിക്ക് സ്കൂളിൽ ടിഫിന് ഇഡലി വെക്കണ്ട. ഞാൻ എപ്പോഴും ഇഡലി കൊണ്ടുപോകുന്നത് കൊണ്ട് എന്റെ ഫ്രണ്ട്സ് എല്ലാവരും എന്നെ കളിയാക്കുക. അപ്പോൾ നിന്റെ ബാക്കി ഫ്രണ്ട്സൊക്കെ ടിഫിനിൽ എന്താണ് മോനെ കൊണ്ടുവരുന്നത്? എന്റെ ഫ്രണ്ട് സാൻഡ്വിച്ച്, ബ്രെഡും ജാമും ഒക്കെ കൊണ്ടുവരും. എന്നാലൊരു കാര്യം ചെയ്യേ, നാളെ മുതൽ നീ ഇഡ്ഡലി സാൻഡ്വിച്ച് കൊണ്ടുപോ. നീയും കഴിക്കേ, പിന്നെ നിന്റെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യേ. ഹായ്, ഞാൻ നാളെ മുതൽ ടിഫിനിൽ ഇഡലി സാൻഡ്വിച്ച് കൊണ്ടുപോകും. അവരുടെ മകൻ പോയതും മനോജ് സന്ധ്യയോട് ഇങ്ങനെ ചോദിച്ചു: അതുപോട്ടെ, ഈ ഇഡ്ഡലി സാൻഡ്വിച്ച് എന്ന് വെച്ചാൽ എന്താണ്? അത് ഞാൻ വെറുതെ പറഞ്ഞതാണെന്നേ. നാളെ ഇഡ്ഡലി തന്നെ ഉണ്ടാക്കും. അതിൽ കുറച്ച് ഇലകൾ മാത്രം ഇടും. നീ എപ്പോഴും ഓരോ അതിശയങ്ങൾ കാണിക്കും. അടുത്ത ദിവസം രാവിലെ സന്ധ്യ ഇഡ്ഡലി കട തുറന്നു. നല്ലതുപോലെ കച്ചവടവും പോയി. അപ്പോഴാണ് അവിടേക്ക് മനോജ് വന്നത്. ഇവിടെ നോക്ക്, പെട്ടെന്ന് നീ കടയടക്കി, നമുക്ക് പെട്ടെന്ന് വീട്ടിലേക്ക് പോയേ പറ്റൂ. സിറ്റിയിൽ എന്തോ പുതിയൊരു രോഗം വന്നിട്ടുണ്ടത്രേ. ആ രോഗം ഇപ്പോൾ നമ്മുടെ ഗ്രാമത്തിലേക്കും വരുന്നു. സർക്കാർ എല്ലാ കടകളും അടയ്ക്കാൻ പറഞ്ഞ് എല്ലാവരും അവരവരുടെ വീട്ടിലിരിക്കാൻ പറഞ്ഞിരിക്കുന്നു. പെട്ടെന്ന് ഇതെങ്ങനെ സംഭവിച്ചു? ഇപ്പോഴാണ് ഞാൻ ടോണിയെ സ്കൂളിൽ വിട്ടിട്ട് വന്നത്. ആദ്യം അവനെ കൂട്ടിക്കൊണ്ടുവാ. എല്ലാവരും വെളിയിൽ വരാൻ പേടിക്കുന്നു. നീ അവനെ സ്കൂളിലേക്ക് പറഞ്ഞു വിട്ടിരിക്കുക. അപ്പോൾ മനോജ് പറഞ്ഞത് കേട്ട് സന്ധ്യ വെപ്രാളത്തോടെ തന്റെ മകനെ സ്കൂളിൽ നിന്നും വിളിച്ചുകൊണ്ടുവരാൻ പോവുകയായിരുന്നു. അപ്പോഴാണ് സ്കൂൾ ബസ് തന്നെ അവരുടെ വീട്ടിൽ വന്നത്. വാ മോനെ, വീട്ടിലേക്ക് പോകാം. സന്ധ്യ മനോജിനോടൊപ്പവും ടോണിയോടൊപ്പവും വീട്ടിലേക്ക് പോയി. അതിനുശേഷം അവരുടെ കയ്യിലുണ്ടായിരുന്ന ബാക്കി പണം കൊണ്ട് അവൾ കടയിലേക്ക് പോയി ആവശ്യമുള്ള വീട്ടു സാധനങ്ങളും ഇഡലി മാവും ഇങ്ങനെ ആവശ്യമുള്ളതെല്ലാം വാങ്ങി വീട്ടിലേക്ക് തിരിച്ചു വന്നു. നമ്മുടെ കയ്യിൽ ഇനി കുറച്ച് ഭക്ഷണ സാധനങ്ങളേ ഉള്ളൂ. ഇനി എത്ര ദിവസം വീട്ടിലിരിക്കേണ്ടി വരുമെന്നേ അറിയില്ല. ഈ കാര്യത്തിൽ എന്തുകൊണ്ട് നിന്റെ അച്ഛനോട് സഹായം ചോദിച്ചുകൂടാ? അദ്ദേഹത്തിന് ആയുർവേദമൊക്കെ നന്നായി അറിയാമല്ലോ. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ അസുഖങ്ങൾക്ക് നിന്റെ അച്ഛന്റെ കയ്യിൽ മരുന്നുണ്ടായിരിക്കുമല്ലോ. മനോജ് പറഞ്ഞത് കേട്ട് സന്ധ്യ ഉടനെ തന്റെ അച്ഛനെ വിളിച്ച് അവിടുത്തെ എല്ലാ പ്രശ്നങ്ങളും പറഞ്ഞു. അപ്പോൾ അവളുടെ അച്ഛൻ ഇങ്ങനെ പറഞ്ഞു: ഈ അസുഖത്തിനുള്ള മരുന്ന് ഞാൻ നിനക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് മോളെ. നിനക്ക് ചെറുപ്പകാലം മുതലേ മരുന്നുകളെ കുറിച്ച് നന്നായി അറിയാമല്ലോ.
മോളുടെ വീടിന്റെ പറമ്പിലുള്ള ആ പച്ചമരുന്നൊക്കെ മോളൊന്ന് ഉപയോഗിച്ച് നോക്ക്. ആ പച്ചമരുന്ന് ഭക്ഷണത്തിൽ കലർത്തി എല്ലാവർക്കും കൊടുക്ക്. അവരുടെ അച്ഛൻ പറഞ്ഞത് കേട്ട് സന്ധ്യ ഉടനെ വീട് മുഴുവനും അന്വേഷിച്ച് ആ ബുക്ക് കണ്ടെത്തി. അതിൽ ആ അസുഖത്തിനുള്ള ചികിത്സയും കിട്ടി. അവൾ ഉടനെ സന്തോഷത്തോടെ തന്റെ ഭർത്താവിനെ വിളിച്ച് ഇങ്ങനെ പറഞ്ഞു. നോക്കൂ, അച്ഛൻ ഏത് പച്ചമരുന്നിനെ കുറിച്ചാണോ പറഞ്ഞത്? നമ്മുടെ പറമ്പിൽ അത് ഒരുപാടുണ്ടെന്നേ. നമുക്ക് ആ പച്ചമരുന്ന് ഇഡ്ഡലി സാൻഡ്വിച്ചിലിട്ട് നമ്മുടെ ഗ്രാമജനങ്ങൾക്ക് കൊടുത്ത് ഇത് ഭേദമാക്കിയെടുക്കാം. എന്നാൽ ലേറ്റ് ആക്കണ്ട. നമുക്കിപ്പോൾ തന്നെ ആ പച്ചമരുന്ന് ഉപയോഗിച്ച് എല്ലാവർക്കും കഴിക്കാൻ കൊടുക്കാം. അപ്പോൾ നമ്മൾ അവരെ സഹായിച്ചതുപോലെയും ആവും. എന്നാൽ നമ്മുടെ കയ്യിൽ കുറച്ച് സാധനങ്ങളേ ഉള്ളൂ. കുറച്ചുള്ളതും കൂടെ നമ്മൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ എങ്ങനെ വല്ലതും കഴിക്കും? ഈ ക്രൂരമായ രോഗം എത്ര നാൾ ഇനി ഉണ്ടാവുമെന്നേ അറിയില്ല. നീ അതിനെക്കുറിച്ച് ഒന്നും ഓർക്കണ്ട. നിന്റെ അച്ഛൻ പറഞ്ഞതുപോലെ ആ പച്ചമരുന്നുകൾ നീ ആ ഇഡലി സാൻഡ്വിച്ചിൽ വെച്ച് എല്ലാവർക്കും കൊടുക്ക്. മനോജ് ഇങ്ങനെ പറഞ്ഞതും സന്ധ്യ ഉടനെ തന്റെ പറമ്പിലേക്ക് പോയി. അവളുടെ അച്ഛൻ പറഞ്ഞ ആ പച്ചമരുന്ന്, അതായത് സിദ്ധന്മാരുടെ കുടുംബത്തിൽ മാത്രമേ ആ പച്ചമരുന്ന് കിട്ടൂ, അങ്ങനെയുള്ള ഒരു പച്ചമരുന്ന് പറിച്ച് അത് ഉപയോഗിച്ച് ഇഡലിയൊക്കെ ഉണ്ടാക്കി തൊട്ടടുത്തുള്ള എല്ലാ വീട്ടുകാർക്കും അത് കൊടുത്തു. ഇതൊരു 5-6 കുടുംബങ്ങൾക്ക് കൊടുക്കാം. ഇത് മാത്രം വെച്ച് എന്ത് ചെയ്യാനാണ്? നമ്മൾ അവർക്ക് കൊടുത്തത് മാന്ത്രിക ഇഡ്ഡലി സാൻഡ്വിച്ച് ആണെന്നറിഞ്ഞതും അവരിലൂടെ എല്ലാവരും അറിഞ്ഞ് അവർ തന്നെ നമുക്ക് സാധനങ്ങൾ വാങ്ങിത്തരും. അതുപയോഗിച്ച് നമുക്ക് കൂടുതൽ ഇഡ്ഡലി സാൻഡ്വിച്ച് ഉണ്ടാക്കാം. തൊട്ടടുത്തുള്ള കുറച്ച് വീടുകളിൽ സന്ധ്യയും മനോജും ഇഡലി സാൻഡ്വിച്ച് കൊടുത്തു. ആ ഇഡലി സാൻഡ്വിച്ച് കഴിച്ചതും അവർക്കെല്ലാവർക്കും ഭേദമായി. അവരുടെ പനിയും ജലദോഷവും എല്ലാം ഒറ്റ നിമിഷത്തിൽ മാഞ്ഞു. നിങ്ങൾ ചെയ്ത ഈ സഹായം കൊണ്ട് എന്റെ മകൻ ആ ക്രൂരമായ രോഗത്തിൽ നിന്നും രക്ഷപ്പെട്ടു. ദൈവം നിങ്ങളെ രക്ഷിക്കട്ടെ. നമുക്ക് ഈ ഗ്രാമത്തിലുള്ള എല്ലാവരെയും ഭേദമാക്കണം. അതിന് നിങ്ങളിൽ നിന്നും കുറച്ച് വീട്ടു സാധനങ്ങൾ വേണം. അയ്യോ, ഇതൊക്കെ ചോദിക്കേണ്ടതുണ്ടോ? ഞങ്ങൾ ഇട്ടിരിക്കുന്നത് പലചരക്ക് സാധനങ്ങളുടെ കടയാ. എന്നാൽ ഒരു കണ്ടീഷൻ, നിങ്ങൾ എല്ലാവർക്കും മാന്ത്രിക ഇഡ്ഡലി സാൻഡ്വിച്ച് തന്നെ കൊടുക്കണം. അയ്യോ, ഇത് പറയേണ്ട ആവശ്യമുണ്ടോ? ശരി, നമുക്ക് തുടങ്ങാം. സന്ധ്യയും മനോജും ആ സ്ത്രീയുടെ കടയിലേക്ക് പോയി മാന്ത്രിക ഇഡലി സാൻഡ്വിച്ച് ഉണ്ടാക്കാൻ വേണ്ടി എല്ലാ പലചരക്ക് സാധനങ്ങളും വാങ്ങിക്കൊണ്ടുപോയി. പിന്നെ അതുപയോഗിച്ച് ഒരുപാട് ഇഡലി സാൻഡ്വിച്ചുകൾ ഉണ്ടാക്കി അവരുടെ ഗ്രാമത്തിലുള്ള എല്ലാവർക്കും അത് കൊടുത്തു. ഇവിടെ നോക്ക്, നമ്മൾ ഇങ്ങനെ എല്ലാവരുടെയും അസുഖം ഭേദമാക്കി കഴിഞ്ഞാൽ ഗ്രാമം മാത്രമല്ല, സിറ്റിയിലും നമ്മുടെ ഈ ഇഡലി സാൻഡ്വിച്ച് വളരെയധികം ഫേമസ് ആകും. അതിനുശേഷം എല്ലാ സ്ഥലങ്ങളിലും നമുക്ക് നമ്മുടെ ബ്രാഞ്ചസ് ഓപ്പൺ ചെയ്യാം. നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. നമുക്ക് ആ മാന്ത്രിക മരുന്ന് ഇഡ്ഡലി മാവിലിട്ട് അതുകൊണ്ട് സാൻഡ്വിച്ച് ഉണ്ടാക്കണം. അപ്പോൾ എല്ലാ ജോലിയും തീരും. വരൂ, കുറച്ചുപോലും താമസിക്കാതെ നമുക്ക് ജോലികൾ തുടങ്ങാം. ഗ്രാമത്തിലുള്ള എല്ലാവരുടെയും വീട്ടിൽ പോയി സന്ധ്യയും മനോജും അവർക്ക് മാന്ത്രിക ഇഡലി സാൻഡ്വിച്ച് കൊടുത്ത് അവരോട് ഇങ്ങനെ പറഞ്ഞു. ഇതാ വയ്ക്കൂ, ഈ ഇഡ്ഡലി സാൻഡ്വിച്ച് കഴിക്കൂ. ഇതിലൂടെ നിങ്ങളുടെ കുടുംബത്തിന് ആരോഗ്യം തിരിച്ചു കിട്ടും. പിന്നെ ഒരു അസുഖവും പടരില്ല. ഞാൻ ഈ ഇഡലി സാൻഡ്വിച്ചിനെ കുറിച്ച് ഒരുപാട് കേട്ടിട്ടുണ്ട്. ഞാനത് ഉറപ്പായും കഴിക്കാം. സന്ധ്യ അയാൾക്ക് ഇഡലി സാൻഡ്വിച്ച് കൊടുത്ത ഉടനെ അദ്ദേഹം തന്റെ കുടുംബത്തിനത് കഴിക്കാനും കൊടുത്തു. അങ്ങനെ നോക്കി നിൽക്കെ തന്നെ ചില നിമിഷങ്ങൾക്കുള്ളിൽ അവരുടെ അസുഖവും പൂർണ്ണമായും ഭേദമായി. ദൈവം നിങ്ങളെ രക്ഷിക്കും. നിങ്ങൾ എത്രയോ ആൾക്കാരെ സഹായിക്കുന്നു. ദൈവത്തിന്റെ അനുഗ്രഹം നിങ്ങൾക്ക് എപ്പോഴും കാണും. അതുമാത്രമല്ല, ഞങ്ങളുടെ അനുഗ്രഹവും എപ്പോഴും കാണും. സന്ധ്യയും മനോജും അവിടെ നിന്ന് സന്തോഷത്തോടെ പുറപ്പെട്ടു പോയി. ആ ഗ്രാമത്തിലുള്ള എല്ലാവരും ആ ഇഡലി സാൻഡ്വിച്ചിനെ കുറിച്ച് പുകഴ്ത്തി സംസാരിച്ചു കൊണ്ടേയിരുന്നു. നീ നിന്റെ അച്ഛനെ വിളിച്ച് പെട്ടെന്ന് നന്ദി പറയേ. ഈ അസുഖത്തിൽ നിന്നും എല്ലാവരെയും അദ്ദേഹം രക്ഷിച്ചു. അപ്പോൾ സന്ധ്യയും ഉടനെ അവളുടെ അച്ഛനെ വിളിച്ച് ഒരുപാട് നന്ദിയും പറഞ്ഞു. ശേഷം സന്ധ്യയും മനോജും ഒരുപാട് സന്തോഷത്തോടെ അവരുടെ ഇഡലി സാൻഡ്വിച്ച് വിറ്റ് ഒരു സമാധാനമുള്ള ജീവിതം ജീവിച്ചു.